Welcome to Aspirants Perspective Daily 10 UPSC PYQ Analysis. Last class GS question paper 2014 71 to 80 വരെയാണ് ഡിസ്കസ് ചെയ്തത് and today 81 to 90 വരെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So the first question number 81, the partition of Bengal made by Lord Curzon in 1905 last until. The options are the First World War, when Indian troops were needed by the British and the partition was ended. First World War നടക്കുന്നത് 1914 തൊട്ടാണ്. And King George V abrogated Curzon's act at Royal Durbar in Delhi 1911. Gandhiji launched his civil disobedience movement in 1930 and the partition of India in 1947. സോ 4 ഇയർ ഉണ്ട്. പാർട്ടീഷൻ ഓഫ് ബംഗാൾ ലാസ്റ്റഡ് അൺടിൽ 1911 ആണ്. ഒന്നുകിൽ ഇയർ വെച്ച് നോക്കാം അല്ലെങ്കിൽ തിയറി അനുസരിച്ച് നോക്കാം. സോ കിങ് ജോർജ് V അബ്രോഗേറ്റഡ് Curzon's ആക്ട് അറ്റ് റോയൽ ദർബാർ ഇൻ ഡൽഹി ഇൻ 1911 ആണ്. ഈ ഇയർ തന്നെയാണ് കൊൽക്കത്തയിൽ നിന്ന് ഇന്ത്യൻ ക്യാപിറ്റൽ ഡൽഹിക്ക് മൂവ് ചെയ്തത്. സോ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 82. The 1929 session of Indian National Congress is of significance in history of the freedom movement because ചില കോൺഗ്രസ് സെഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ കോൺഗ്രസ് സെഷനിൽ ആരായിരുന്നു, ആ പ്ലേസ് എവിടെയായിരുന്നു, അതിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു, അതിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്താണെങ്കിലും പഠിക്കണം. UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ 1929 കോൺഗ്രസ് സെഷൻ ലാഹോറിൽ വെച്ചായിരുന്നു നടന്നിരുന്നത്. അതിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫസ്റ്റ് കോൺഗ്രസ് സെഷൻ ഒരു പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്ന് ഡിസൈഡ് ചെയ്തത്, അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജ് എന്ന ഒരു ലക്ഷ്യം, ആ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയത് 1929 കോൺഗ്രസ് സെഷനിലായിരുന്നു. അത് ലാഹോർ വെച്ചായിരുന്നു ആൻഡ് അതിൻ്റെ പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇനി സ്വരാജ് എന്നൊരു ടേം അഡോപ്റ്റ് ചെയ്തത് കോൺഗ്രസ് അഡോപ്റ്റ് ചെയ്തത് 1906 സെഷനിൽ വെച്ചായിരുന്നു. സോ അത് നടന്നത് കൽക്കട്ടയിലായിരുന്നു ആൻഡ് ഇതിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? ദാദാഭായ് നവറോജി ആയിരുന്നു. സോ ഈ രണ്ട് സെഷൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകരുത്. ഇവിടെ അഡോപ്റ്റ് ചെയ്തത് സ്വരാജ് ആണ് ആൻഡ് ഇവിടെ അഡോപ്റ്റ് ചെയ്തത് പൂർണ്ണ സ്വരാജ് ആണ്. അത് ലാഹോറിൽ വെച്ച് ജവഹർലാൽ നെഹ്റു ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. സോ the option is option B. Attainment of Purna Swaraj was adopted as a goal of Congress. അതാണ് 1929 സെഷൻ ലാഹോർ സെഷനിൽ ജവഹർലാൽ നെഹ്റു ആണ് പൂർണ്ണ സ്വരാജ് അഡോപ്റ്റ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 83. വിത്ത് റെഫറൻസ് ടു ഫേമസ് സത്രിയ ഡാൻസ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. സത്രിയ ഇസ് എ കോമ്പിനേഷൻ ഓഫ് മ്യൂസിക്, ഡാൻസ് ആൻഡ് ഡ്രാമ. ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ സെഞ്ചുറീസ് ഓൾഡ് ലിവിംഗ് ട്രഡീഷൻ ഓഫ് വൈഷ്ണവേറ്റ് ഓഫ് ആസാം. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സത്രിയ ഡാൻസ് ഒരു സത്ര മൊണാസ്ട്രിയിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഈ സത്ര മൊണാസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് നിയോ വൈഷ്ണവേറ്റ് മൂവ്മെന്റ് ആണ്. ഇത് സ്റ്റാർട്ടഡ് ബൈ ശ്രീമാന്ത ശങ്കർദേവ് ഇൻ ആസാമിൽ തന്നെയാണ്. സത്രിയ റിലേറ്റഡ് ടു ആസാം ആണെന്ന് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആൻഡ് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ ക്ലാസിക്കൽ രാഗാസ് ആൻഡ് തലാസ് ഓഫ് ഡിവോഷണൽ സോങ്സ് കമ്പോസ്ഡ് ബൈ തുളസിദാസും കബീർ മീരാബായി അല്ല. ഇറ്റ് വാസ് ഡിവോഷണൽ സോങ്സ് കമ്പോസ്ഡ് ബൈ Shankardev, not Tulasidas, Kabir and Mirabai. So Satriya dance is originated in Chatra monastery. It's a part of Neo Vaishnavite movement starting Srimanta Shankardev in Assam. ഒരു 15th century AD യിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 and 2 ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 84. Chaitra, one of national calendar based on Saga era, corresponds to which one of the following dates of Gregorian calendar in normal year 365 days? So options are 22nd March, 15th May, 31st March, 21st April. So നാഷണൽ കലണ്ടർ ഓഫ് ഇന്ത്യ ആണ് ഇത്. സാഗ കലണ്ടറിനെയാണ് നാഷണൽ കലണ്ടർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ ഇത് ആക്ച്വലി പ്രൊപ്പോർഷണൽ ടു ഗ്രിഗോറിയൻ കലണ്ടർ തന്നെയാണ്. 12 months ഒക്കെ തന്നെ സിമിലർ സ്ട്രക്ചർ 12 months തന്നെയാണുള്ളത്, 365 days തന്നെയാണുള്ളത്. സോ ഇതിന്റെ ഫസ്റ്റ് മന്താണ് ചൈത്ര. സോ ചൈത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം മാർച്ച് 21 ടു ഏപ്രിൽ 20 ആണ് ചൈത്ര എന്ന് പറഞ്ഞ മന്ത് ഉള്ളത്. സോ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇന്ത്യയുടെ നാഷണൽ കലണ്ടർ ആണ് സാഗ കലണ്ടർ. അത് ഇന്ത്യയുടെ നാഷണൽ കലണ്ടർ ആയത് 1957 സോ അതിന്റെ ഫസ്റ്റ് മന്താണ് ചൈത്ര മന്ത്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രിഗോറിയൻ കലണ്ടറിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 22nd മാർച്ചിലാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 85. വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ ഹിസ്റ്ററി ഓഫ് ആർട്ട് ആൻഡ് കൾച്ചർ കൺസിഡർ ദ ഫോളോയിങ് പെയേഴ്സ്. ഫേമസ് വർക്ക് ഫോർ ദ കൾച്ചർ ആൻഡ് അത് റിലേറ്റഡ് ആയിട്ടുള്ള സൈറ്റും കൊടുത്തിട്ടുണ്ട്. സോ ഏതാണ് കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ. A grand image of Buddha's Mahaparinirvana with numerous celestial musicians above and sorrowful figures of its followers below. അത് റിലേറ്റഡ് ടു അജന്ത കേവ് തന്നെയാണ്. അജന്ത കേവിലെ കേവ് നമ്പർ
26 അതുള്ളത്. അജന്തയിൽ 29 ബുദ്ധിസ്റ്റ് കേവുകളുണ്ട്. അതിൽ 25 എണ്ണം വിഹാരാസും 4 എണ്ണം ചൈത്യാസ് ഓർ പ്രയർ ഹാൾസ് ഒക്കെയാണ്. സോ അവിടെയുള്ള റിലേറ്റഡ് ടു 200 BC തൊട്ട് 658 AD വരെയാണ് അജന്ത കേവ്സിലുള്ളത്. സോ റിലേറ്റഡ് ആയിട്ട് ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളൂ. ബുദ്ധാസ് മഹാപരിനിർവാണ അജന്ത കേവ്സിലെ കേവ് നമ്പർ 26 ഉള്ളത്. സോ ഒന്ന് ശരിയായിട്ടുള്ള. നെക്സ്റ്റ് sculpture, a huge image of Varaha avatar of Vishnu as he rescues goddess Earth from the deep and chaotic waters, sculptured on the rock. അത് മൗണ്ട് അബൂലല്ല ഉള്ളത്, ഉദയഗിരി കേവ്സിലാണ് ഉള്ളത്. സോ അടുത്തത് അർജുനാസ് പെനൻസ് ഡിസെൻസ് ഓഫ് ഗംഗ സ്കൾപ്ചർഡ് ഓൺ സർഫസ് ഓഫ് ഹ്യൂജ് ബിൽഡേഴ്സ്. സോ അതുള്ളത് മഹാബലിപുരം അല്ലെങ്കിൽ മമ്മല്ലപുരം തന്നെയാണുള്ളത്. സോ അതും ശരിയായിട്ടുള്ള പെയറാണ്. സോ 1 and 3 ആണ് ശരിയായിട്ടുള്ള പെയർസ്. സോ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 86. ദ ഖദർ അല്ലെങ്കിൽ ഖദർ ഇറ്റ് വാസ് എ റെവല്യൂഷണറി അസോസിയേഷൻ. മോഡേൺ ഇന്ത്യ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഇറ്റ് വാസ് എ റെവല്യൂഷണറി അസോസിയേഷൻ ഓഫ് ഇന്ത്യൻസ് വിത്ത് ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ് സാൻ ഫ്രാൻസിസ്കോ. സോ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 87. എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഈസിലി കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിത്ത് റെഫറൻസ് ടു ഇന്ത്യാസ് കൾച്ചർ ആൻഡ് ട്രഡീഷൻ, വാട്ട് ഈസ് കളരിപ്പയറ്റ്? സോ ഇറ്റ് ഈസ് എൻ ആൻഷ്യന്റ് ഭക്തി കൾട്ട് ഓഫ് ശൈവിസം സ്റ്റിൽ പ്രിവാലന്റ് ഇൻ സം പാർട്ട് ഓഫ് സൗത്ത് ഇന്ത്യ. തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഈസ് എൻ ആൻഷ്യന്റ് സ്റ്റൈൽ ഓഫ് ബ്രോൺസ് ആൻഡ് ബ്രാസ് വർക്ക് സ്റ്റിൽ ഫൗണ്ട് ഇൻ സൗത്തേൺ പാർട്ട് ഓഫ് കൊറോമണ്ടൽ ഏരിയ. അതും തെറ്റാണ്. ഇറ്റ് ഈസ് എൻ ആൻഷ്യന്റ് ഫോം ഓഫ് ഡാൻസ് ഡ്രാമ. തെറ്റാണ്. It is an ancient martial art and a living tradition in some part of South India. കേരളയിൽ തന്നെ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു BC 3rd 2nd century AD-യിലൊക്കെ ഭയങ്കര പ്രിവാലൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു മാർഷ്യൽ ആർട്ട് ഫോമാണ്. ഇന്നും നിലനിൽക്കുന്ന ദ ഓൾഡസ്റ്റ് മാർഷ്യൽ ആർട്ട് ഫോമാണ് കളരിപ്പയറ്റ്. സോ നമുക്ക് ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു ആൻസർ ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 88. കൺസിഡർ ദ ഫോളോയിങ് പെയർ. ഗർഭ ഇസ് എൻ ആർട്ട് ഫോം ഇൻ ഗുജറാത്ത്. ഒരു ഫോക്ക് ഡാൻസ് ആണ് ഗുജറാത്തിലെ ഗർഭ. അത് ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. സോ ഓപ്ഷൻ 1 എന്താണെങ്കിലും ശരിയാണ്. ബി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. മോഹിനിയാട്ടം ഒഡീഷ. മലയാളികൾക്ക് ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു പേര് തന്നെയാണ്. കേരളയാണ് മോഹിനിയാട്ടം, നോട്ട് ഒഡീഷ. സോ 2 തെറ്റായിട്ടുള്ള പെയറാണ്. 3 യക്ഷഗാന കർണാടകയിലെ ഒരു ട്രഡീഷണൽ തിയേറ്റർ ഫോമാണ്. സോ അതും ശരിയായിട്ടുള്ള ഒരു പെയറാണ്. സോ 1 and 3 ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. Next question number 89. With reference to Buddhist history, tradition and culture in India, consider the following pair. Famous shrines അതിന്റെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. മാച്ച് ആയത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താപു മൊണാസ്ട്രി ആൻഡ് ടെമ്പിൾ കോംപ്ലക്സ്. ഇറ്റ് ഈസ് ഇൻ ഹിമാചൽ പ്രദേശിലെ സ്പിത്തി വാലിയിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അത് ശരിയായിട്ടുള്ളൊരു പെയറാണ്. നെക്സ്റ്റ് വൺ ഹോത്സാവ ആൻഡ് ഹഗങ് ടെമ്പിൾ നാക്കോ. ഇത് ലൊക്കേറ്റ് ചെയ്തത് സസ്കർ വാലിയിലല്ല, അത് ഐ തിങ്ക് കിന്നൂർ റീജിയൻ ഓഫ് ഹിമാചൽ പ്രദേശിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തത്. സോ അത് തെറ്റാണ്. സോ നെക്സ്റ്റ് ആൽച്ചി ടെമ്പിൾ കോംപ്ലക്സ് ലഡാക്കിൽ തന്നെയാണ്. ലേ ഡിസ്ട്രിക്ട് റീജിയൻ ഓഫ് ലഡാക്കിലാണ് ഉള്ളത്. സോ ഓപ്ഷൻ 1 and 3 ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 19. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗിവൺ എബോ ഈസ് കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിജാഗ് ഈസ് എ കമ്പോസിഷൻ ഓഫ് ദ ടീച്ചിങ് ഓഫ് സെയിന്റ് ദാദു ദയാൽ. തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ബിജാഗ് വാസ് എ കോമ്പോസിഷൻ ഓഫ് കബീർ. കബീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിനോഡ് പോയിറ്റ് ആണ്, ഒരു സോഷ്യൽ റിഫോമർ ആണ്. ഡ്യൂറിങ് 15th century ഭക്തി മൂവ്മെന്റ് പുള്ളിയുടെ റൈറ്റിംഗ്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സോ ഹി വാസ് അഗെയിൻസ്റ്റ് ടു റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് സോ പുള്ളിയുടെ ഒരു വർക്ക്സ് ആണ് സഖി ഗ്രന്ഥ്, അനുരാഗ് സാഗർ, ബിജാഗ് ഒക്കെ കബീറിന്റെ വർക്ക്സ് ആണ്. നോട്ട് റിലേറ്റഡ് ടു സെയിന്റ് ദാദുദയാൽ. നെക്സ്റ്റ് വൺ, സോ 1 തെറ്റാണ്. നെക്സ്റ്റ് വൺ, ദ ഫിലോസഫി ഓഫ് പുഷ്ടിമാർഗ് വാസ് പ്രൊപ്പോണ്ടഡ് ബൈ മാധവാചാര്യ ആണ് പ്രൊപ്പോണ്ട് ചെയ്തതെന്നാണ് പറയുന്നത്. സോ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് വാസ് പ്രൊപ്പോണ്ടഡ് ബൈ വല്ലഭാചാര്യ, നോട്ട് മാധവാചാര്യ. മാധവാചാര്യ വാസ് എ വൈഷ്ണവൈറ്റ് ബ്രാഹ്മിൻ ഫ്രം കർണാടക. സോ 2 തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ദാറ്റ്സ് അബൌട്ട് ടുഡേ. താങ്ക് യു.